ഹായ് നമസ്കാരം. നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അവരിൽ പലരും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതുമെല്ലാം മൊബൈൽ ഫോണിലാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി പ്രോബ്ലം ആ വീഡിയോ റിസൾട്ടിലും കാണാറുണ്ട്. അതുതന്നെയാവാം ചില യൂട്യൂബേഴ്സിനൊക്കെ വ്യൂസ് കുറയാനും അതുപോലെ തന്നെ വീഡിയോ വൈറലാവാതിരിക്കാനൊക്കെ ഉള്ള കാരണങ്ങളിലൊന്ന്. എന്നാൽ നല്ല രീതിയിൽ പ്രൊഫഷണലി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ എഡിറ്റർ, മൊബൈൽ വീഡിയോ എഡിറ്റർ, കമ്പ്യൂട്ടറിലെ വീഡിയോ എഡിറ്ററുകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരുവിധം എല്ലാ ടൂൾസും, ഒരു യൂട്യൂബർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ടൂൾസും എല്ലാം ചേർന്നിട്ടുള്ള ഒരു മൊബൈൽ വീഡിയോ എഡിറ്ററാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഈ വീഡിയോ എഡിറ്ററിൻ്റെ ഒരു റിവ്യൂ മാത്രമല്ല, ഒരു റഫ് വീഡിയോ എടുത്തുകൊണ്ട് അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്ന രീതിയിൽ ഫൈനൽ ഔട്ട്പുട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് വരെയുള്ള കംപ്ലീറ്റ് ട്യൂട്ടോറിയലായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്പം ലെങ്ത് കൂടുതലാണെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം നിങ്ങൾക്കിത് എന്തായാലും ഉപകാരപ്പെടും. ഒരു യൂട്യൂബർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും വീഡിയോ എഡിറ്റിങ്ങിലെ ചില ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ ലഭിക്കാൻ റൈറ്റ് ക്ലിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നത് എനേബിൾ ആക്കി വയ്ക്കുക. ആദ്യമായി ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത നമ്മുടെ വീഡിയോ എഡിറ്റർ ഓപ്പൺ ചെയ്ത് പ്ലസ് സിമ്പൽ അമർത്തി നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. താഴത്തെ ടൂൾ ബാറിൽ കാണുന്ന അഡ്ജസ്റ്റ് എന്ന ബട്ടൺ അമർത്തിയാൽ നമുക്ക് വീഡിയോയുടെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ടിൻറ്റ് തുടങ്ങിയവയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ബ്രൈറ്റ്നസ്, ടിൻറ്റ്, സാച്ചുറേഷൻ, ടെമ്പറേച്ചർ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്, കളറെല്ലാം കുറച്ചുകൂടി ബെറ്റർ ആയതായിട്ട് നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മ്യൂസിക് ട്രാക്ക് ആഡ് ചെയ്യാം. താഴത്തെ ടൂൾ ബാറിലെ ഓഡിയോ എന്ന ബട്ടൺ അമർത്തിയാൽ നമ്മുടെ ഓഡിയോ ലൈബ്രറിയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള മ്യൂസിക് ട്രാക്ക് അല്ലെങ്കിൽ വോയിസ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. എന്നിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. മ്യൂസിക് ട്രാക്കോ വോയിസ് ഓവറോ ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഒരു ഫോട്ടോ, പിക്ചർ അല്ലെങ്കിൽ ലോഗോ ആഡ് ചെയ്യാം. നമ്മുടെ ചാനലിൻ്റെ ലോഗോ എങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ആ പ്ലസ് സിമ്പൽ അമർത്തിയതിന് ശേഷം നമ്മുടെ ഗാലറിയിൽ നമ്മൾ മുമ്പ് സേവ് ചെയ്തിട്ടുള്ള ലോഗോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അത് വീഡിയോയുടെ മുകളിലേക്ക് വലിച്ച് വെക്കുന്നു. അതിനുശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ആ ലോഗോയുടെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സൈസ് ചെറുതാക്കിക്കൊണ്ട് നമുക്ക് എവിടെയാണ് ലോഗോ പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം അത് വലിച്ച് വീഡിയോയുടെ ഫുൾ ലെങ്ത്തിലേക്ക് വലിച്ച് വീഡിയോയുടെ മുകളിലായിട്ട് ഫുള്ളായിട്ട് പ്ലേസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ലോഗോ ശരിക്കും വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മറ്റൊരു ലോഗോ കൂടി ആഡ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ലോഗോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്യുക. അതിനുശേഷം സൈസ് ചെറുതാക്കിക്കൊണ്ട് എവിടെയാണോ ലോഗോ പ്ലേസ് ചെയ്യേണ്ടത് ആ പൊസിഷനിലേക്ക് കൊണ്ടുവയ്ക്കുക. അതിനുശേഷം വീഡിയോയുടെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ അത് ഒരു സൈഡിൽ പിടിച്ചിട്ട് വലിച്ച് വീഡിയോയുടെ മുകളിൽ അവസാനം വരെയും കൊണ്ടുവയ്ക്കുക. ഇനി വീഡിയോ കുറച്ചുകൂടി മനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ടൂൾ ബാറിൽ ഫിൽറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ വളരെയധികം വീഡിയോ ഫിൽറ്റേഴ്സ് അവിടെ നമുക്ക് അവൈലബിൾ ആണ്. പല രീതിയിലും കളർ അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോ ഫിൽറ്റേഴ്സ് അവിടെ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ഫിൽറ്റർ നമുക്ക് സെലക്ട് ചെയ്ത് വീഡിയോയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അതിലൊരു ഫിൽറ്റർ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ കടലിൻ്റെ വെള്ളത്തിൻ്റെ കളറെല്ലാം മാറിയതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പോൾ കുറച്ചുകൂടി ഒരു മനോഹരമായിട്ടുണ്ട് നമ്മുടെ വീഡിയോ. ഇനി നമ്മൾ പല മ്യൂസിക് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പാട്ടിനനുസരിച്ച് അല്ലെങ്കിൽ പാട്ടിലെ ബീറ്റിനനുസരിച്ച് വീഡിയോയുടെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് പാട്ടിന് മാച്ചായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്.
അത് വീഡിയോയെ കൂടുതൽ മനോഹരമാക്കും. വീഡിയോയുടെ പാട്ടിൻ്റെ ഒരു ബീറ്റിനനുസരിച്ച് സ്പീഡ് കുറച്ച് കൂടുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മനോഹരമായിരിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പാട്ടിൻ്റെ ഒരു ബീറ്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ വീഡിയോ കട്ട് ചെയ്യുക. അത് സ്പ്ലിറ്റ് എന്ന ബട്ടൺ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം താഴെ തന്നെ സ്പീഡ് എന്ന ബട്ടൺ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വീഡിയോയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. 2x 4x അതുപോലെ വീഡിയോയുടെ സ്പീഡ് നമുക്ക് കൂട്ടാം, കുറയ്ക്കാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പാട്ടിൻ്റെ മ്യൂസിക്കിനനുസരിച്ച്, ബീറ്റിനനുസരിച്ച് വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയാൽ അത് കുറച്ചുകൂടി മനോഹരമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കട്ട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, ഒരു സ്ഥലത്ത് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്തും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ചെറിയൊരു പോർഷൻ സ്പീഡ് കൂട്ടുകയാണ് വീഡിയോയ്ക്ക്. അതിനുശേഷം നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാം. ഇനി വീഡിയോയുടെ അവസാനമുള്ള പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് മറ്റൊരു വീഡിയോ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോയുടെ ഒരു ഔട്ട്രോ ആണ് ആഡ് ചെയ്യുന്നത്. ചാനലിൻ്റെ ഒരു ഔട്ട്രോ വീഡിയോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഈ രണ്ട് വീഡിയോകൾ തമ്മിൽ ചേരുന്ന ഭാഗത്ത് നമുക്ക് ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യാം. അത് ഒരു സഡൻ കട്ട് ഒഴിവാക്കിയ ഒരു ട്രാൻസിഷൻ വെക്കുന്നത് എപ്പോഴും മനോഹരമായിരിക്കും. ഡിസോൾവ് അല്ലെങ്കിൽ സൂം, അതുപോലെ നിരവധി ട്രാൻസിഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് വെക്കാം. ഞാനിപ്പോൾ ഇതിൽ സൂം എന്ന ട്രാൻസിഷനാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക് ട്രാക്ക് വീഡിയോ കഴിഞ്ഞിട്ടും കുറച്ചുകൂടി എക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ട്രാൻസിഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ടൂൾ ബാറിലെ ടെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അത് വാട്ടർമാർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെക്സ്റ്റോ ആവട്ടെ, നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള കളർ, ഫോണ്ട് എന്നിവയൊക്കെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വാട്ടർമാർക്കായിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒപ്പാസിറ്റി കുറച്ചൊരു 30%, 15% ഒക്കെ ഒപ്പാസിറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് ഒരു വാട്ടർമാർക്ക് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുന്നുണ്ട്. നമ്മൾ ആഡ് ചെയ്ത ടെക്സ്റ്റ് സൈസും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട പൊസിഷനിൽ കൊണ്ട് പ്ലേസ് ചെയ്യുക. ഇനി ഞാനിപ്പോൾ നമ്മുടെ ഈ ലോഗോയ്ക്ക് ഒരു അനിമേഷൻ കൊടുക്കുന്നുണ്ട്. ആ ലോഗോ വരുന്ന സമയത്തും തിരിച്ചു പോകുന്ന സമയത്തും ലോഗോ അനിമേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് വീഡിയോയിലും ലോഗോ അനിമേറ്റായിട്ട് ഇരിക്കുന്ന രീതിയിലും നമുക്ക് ചെയ്യാം. പലതരം അനിമേഷൻസ് ഉണ്ട്. പൾസ്, റൊട്ടേറ്റ്, അതുപോലെ പല അനിമേഷൻസും ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള അനിമേഷൻ സെലക്ട് ചെയ്തിട്ട് ലോഗോയ്ക്ക് അനിമേഷൻ കൊടുക്കാം. ലോഗോയ്ക്ക് മാത്രമല്ല, നമ്മുടെ ഇതിലുള്ള ഏത് കണ്ടന്റിനും, ഏത് മീഡിയ കണ്ടന്റിനും നമുക്ക് ഇതുപോലെ തന്നെ അനിമേഷൻ കൊടുക്കാം. പിക്ചറിനും എല്ലാം നമുക്ക് അനിമേഷൻ, ടെക്സ്റ്റിനും എല്ലാം അനിമേഷൻ കൊടുക്കാൻ സാധിക്കും. ഈ അനിമേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അനിമേഷൻ കൊടുക്കാം. ഞാനിപ്പോൾ ലോഗോയ്ക്ക് ഒരു ഇൻ അനിമേഷനും ഔട്ട് അനിമേഷനുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ലോഗോ രണ്ട് സൈഡിൽ നിന്നുമായിട്ട് വന്ന് നടുവിൽ ജോയിൻ്റ് ആവുന്നതും, അതുപോലെ തന്നെ വീഡിയോ തീരുന്ന സമയത്ത് രണ്ട് സൈഡിലേക്കായിട്ട് നീങ്ങി പോകുന്നതായിട്ടുള്ള അനിമേഷൻ. ഇനി എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഇതാണ് എന്ന് അറിയിക്കാനായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് അഡ്രസ്സ് വീഡിയോയിൽ കൊടുക്കുകയാണ്. അതിന് ഒരു ക്രോമ കീയിങ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഗ്രീൻ സ്ക്രീനിൽ ഫേസ്ബുക്ക് പേജിൻ്റെ
അഡ്രസ്സ് വരുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്ത് കളയണം. അതിന് ആ ക്രോമ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കളർ പിക്ക് ചെയ്ത് ഗ്രീൻ കളർ പിക്ക് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ എഡ്ജസ് എല്ലാം കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ഒരു എഫക്റ്റ് പോലെ വീഡിയോയുടെ താഴെ വരുന്നതായിട്ട്. ഇനി നമുക്ക് സ്റ്റിക്കർ എന്ന ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പിക്സലറേറ്റ് ചെയ്ത് വീഡിയോയിലെ ഏതെങ്കിലും ഭാഗം മാസ്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി സബ്സ്ക്രൈബ് അനിമേഷൻ, യൂട്യൂബിൻ്റെ ഒരു സബ്സ്ക്രൈബ് അനിമേഷൻ ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തൊരു GIF ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് അനിമേഷൻ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഈ അനിമേഷൻ, ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഫയൽ ഞാൻ ഗൂഗിളിൽ നിന്നും ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ അനിമേഷനും നേരത്തെ ചെയ്ത പോലെ തന്നെ വീഡിയോയുടെ മുകളിലായിട്ട് വലിച്ച് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ആ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്ത് കളയേണ്ടതുണ്ട്. അതിന് ക്രോമ ബട്ടൺ അമർത്തിക്കൊണ്ട് ഗ്രീൻ കളർ പിക്ക് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ പിക്ചറിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ പിക്ചറിൻ്റെ സൈഡ് ഭാഗത്തുള്ള എഡ്ജസിലുള്ള ഗ്രീൻ കളറെല്ലാം കറക്റ്റായിട്ട് റിമൂവ് ആവുന്ന രീതിയിൽ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈസ് അത് നമുക്ക് വേണ്ട രീതിയിൽ കുറച്ച് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോയുടെ ഒരു സൈഡിലായിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ അഡ്രസ്സ് വന്നതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. തൽക്കാലം ഇത്രയും എഡിറ്റിംഗ് ആണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതല്ല, ഇതിൽ കൂടുതൽ ഒരുപാട് ഓപ്ഷൻസ് ഈ വീഡിയോ എഡിറ്ററിലുണ്ട്. മുകളിൽ കോർണറിൽ കാണുന്ന എക്സ്പോർട്ട് എന്ന ബട്ടണിൽ അമർത്തിയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതിൽ വേണ്ട വീഡിയോ സെറ്റിങ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. 1080 30 FPS ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് വേണ്ട വീഡിയോ റെസൊല്യൂഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇനി നമ്മുടെ ഫൈനൽ വീഡിയോ നമുക്കൊന്ന് കാണാം. എൻലൈറ്റ് വീഡിയോലീപ്പ് എന്ന ഈ മൊബൈൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അതിനേക്കാളൊക്കെ പ്രാധാന്യത്തോടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ കമൻസാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻസ് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം കമൻസായിട്ട് വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻസാണ് ഈ വീഡിയോ നിങ്ങൾ ഉൾക്കൊണ്ടു എന്നതിൻ്റെ തെളിവായിട്ട് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കമൻസ് രേഖപ്പെടുത്തുക. കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തട്ടെ. ബൈ.